കപില ഭഗവാൻ അമ്മ ദേവഹൂതിയോട് ഉപദേശം തുടർന്നു. ശ്രീഭഗവാനുവാച ദേവാനാം ഗുണലിംഗാനാം ആനുശ്രവികകർമ്മണാം സത്വ ഏവൈകമനസോ വൃത്തിസ്വാഭാവികീ തുയാ അനിമിത്താ ഭാഗവതി ഭക്തിസിദ്ധേർഗരീയസി. കപില ഭഗവാൻ പറഞ്ഞു, ഇന്ദ്രിയങ്ങൾ ദേവന്മാരുടെ പ്രതീകാത്മക പ്രതിനിധാനങ്ങളാണ്. വേദനിർദ്ദേശങ്ങളുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുക എന്നതാണ് അവയുടെ സ്വാഭാവിക പ്രവണത. ഇന്ദ്രിയങ്ങൾ ദേവന്മാരുടെ പ്രതിനിധികളായതുപോലെ മനസ്സ് പരമദിവ്യോത്തമ വ്യക്തിത്വത്തിന്റെ പ്രതിനിധിയാണ്. മനസ്സിന്റെ സ്വാഭാവിക കടമ സേവിക്കുക എന്നതാണ്. ആ സേവനാത്മാവ് ഒരു ഉദ്ദേശ്യവുമില്ലാതെ ഭഗവാനോടുള്ള ഭക്തിയിൽ മുഴുകുമ്പോൾ അത് മോക്ഷത്തേക്കാൾ വളരെ മികച്ചതാണ്. ഝരയദ്യാശുയാകോശം നിഘീർണം അനലോയതാ. ഭക്തി, അതായത് ഭക്തിസേവനം, ജീവന്റെ സൂക്ഷ്മശരീരത്തെ പ്രത്യേക പരിശ്രമമില്ലാതെ ലയിപ്പിക്കുന്നു. ആമാശയത്തിലെ അഗ്നി നാം കഴിക്കുന്നതെല്ലാം ദഹിപ്പിക്കുന്നത് പോലെ. നൈകാത്മതാം മേ സ്പൃഹയന്തി കേചിന് മത്പാദസേവാഭിരതാമദീഹാഃ യേന്യോന്യതോ ഭാഗവതാ പ്രസജ്യ സഭാജയന്തെ മമ പൗരുഷാണി. ഭക്തിപൂർവകമായ സേവന പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന, എന്റെ പാദസേവനത്തിൽ എപ്പോഴും മുഴുകിയിരിക്കുന്ന ഒരു ശുദ്ധ ഭക്തൻ ഒരിക്കലും എന്നിൽ ഒന്നാകാൻ ആഗ്രഹിക്കുന്നില്ല. അചഞ്ചലമായി മുഴുകിയിരിക്കുന്ന അത്തരമൊരു ഭക്തൻ എപ്പോഴും എന്റെ വിനോദങ്ങളെയും പ്രവർത്തനങ്ങളെയും മഹത്വപ്പെടുത്തുന്നു. പശ്യന്തി തേ മേ രുചിരാണ്യംബസന്തഃ പ്രസന്നവക്ത്രാരുണലോചനാനി രൂപാണി ദിവ്യാനി വരപ്രധാനി സാകം വാചം സ്പൃഹണീയാം വദന്തി. എന്റെ പ്രിയപ്പെട്ട അമ്മേ, എന്റെ ഭക്തർ എപ്പോഴും എന്റെ രൂപത്തിന്റെ പുഞ്ചിരിക്കുന്ന മുഖം ഉദയസൂര്യനെപ്പോലെ മനസ്സിൽ കാണുന്നു. അവർ എന്റെ വിവിധ അതീന്ദ്രിയ രൂപങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്നു. അവർ എന്നോട് സംസാരിക്കുകയും ചെയ്യുന്നു. തൈർദർശനീയാ വയവൈർഉദാര വിലാസഹാസേക്ഷിതവാമസൂക്തൈഃ ഹൃതാത്മനോ ഹൃതപ്രാണാംശ്ച ഭക്തിർ അന്നിച്ഛതോ മേ ഗതിം അൺവീം പ്രയുങ്ക്തേ. ഭഗവാന്റെ ആകർഷകമായ രൂപങ്ങൾ കാണുകയും പുഞ്ചിരിക്കുകയും ആകർഷകത്വം നിറഞ്ഞതുമായ അവന്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ശുദ്ധഭക്തൻ മറ്റെല്ലാ ബോധങ്ങളും നഷ്ടപ്പെടും. അവന്റെ ഇന്ദ്രിയങ്ങൾ മറ്റെല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മുക്തമാവുകയും അവൻ ഭക്തിസേവനത്തിൽ മുഴുകുകയും ചെയ്യുന്നു. അങ്ങനെ മനസ്സോടെയാണെങ്കിലും പ്രത്യേക ശ്രമങ്ങളില്ലാതെ അയാൾ മുക്തി നേടുന്നു. അതോ വിഭൂതിം മമ മായാവിനസ്താം ഐശ്വര്യമഷ്ടാംഗമനുപ്രവൃത്തം ശ്രിയം ഭാഗവതീം വാ സ്പൃഹയന്തി ഭദ്രാം പരസ്യമേതേഷ്ണുപതേതു ലോകേ. അങ്ങനെ എന്നെക്കുറിച്ചുള്ള ധ്യാനത്തിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നതിനാൽ സത്യലോകം ഉൾപ്പെടെയുള്ള ഉയർന്ന ഗ്രഹവ്യവസ്ഥകളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന അനുഗ്രഹം പോലും ഭക്തൻ ആഗ്രഹിക്കുന്നില്ല. നിഗൂഢ യോഗയിൽ നിന്ന് ലഭിക്കുന്ന 8 ഭൗതിക പൂർണ്ണതകളും അവൻ ആഗ്രഹിക്കുന്നില്ല. ദൈവരാജ്യത്തിലേക്ക് ഉയർത്തപ്പെടാനും അവൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ടും ഇതൊന്നും ആഗ്രഹിക്കാതെ തന്നെ ഭക്തൻ ഈ ജീവിതത്തിൽ പോലും അർപ്പിക്കപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിക്കുന്നു. ന കർഹിചിന്മത്പരാശാന്തരൂപേ നംഷ്യന്തി നോ മേ നിമിഷോ ലേഡിഹേതിഃ യേഷാം അഹം പ്രിയ ആത്മാ സുതശ്ച സഖാ ഗുരുസ്തു ഹൃദോ ദൈവമിഷ്ടം. ഭഗവാൻ തുടർന്നു, എന്റെ പ്രിയപ്പെട്ട അമ്മേ, അത്തരം അതീന്ദ്രിയമായ ഐശ്വര്യങ്ങൾ സ്വീകരിക്കുന്ന ഭക്തർക്ക് ഒരിക്കലും അവ നഷ്ടപ്പെടില്ല. ആയുധങ്ങൾക്കോ കാലത്തിന്റെ മാറ്റത്തിനോ അത്തരം ഐശ്വര്യങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല. ഭക്തർ എന്നെ അവരുടെ സുഹൃത്ത്, ബന്ധു, മകൻ, ഗുരു, ദാനശീലൻ, പരമദേവൻ എന്നിങ്ങനെയുള്ള രൂപത്തിൽ സ്വീകരിക്കുന്നതിനാൽ അവരുടെ സ്വത്തുക്കൾ ഒരു സമയത്തും അവർക്ക് നഷ്ടപ്പെടാൻ കഴിയില്ല. ഇമം ലോകം തതൈവാമും ആത്മാനം ഉഭയായിനം ആത്മാനം അനുയേചേഹ
ये रायः पशवो गृहाः विसृज्य सर्वान् अन्यांश्च मां एवं विश्वतो मुखम् भजन्त्यनन्यया भक्त्या तान् मृत्योरतिपारये. അങ്ങനെ സർവ്വവ്യാപിയായ എന്നെ അചഞ്ചലമായ ഭക്തിപൂർവം സേവനത്തിലൂടെ ആരാധിക്കുന്ന ഭക്തൻ സ്വർഗീയ ഗ്രഹങ്ങളിലേക്കുള്ള സ്ഥാനക്കയറ്റത്തിനോ സമ്പത്ത്, കുട്ടികൾ, പശുക്കൾ, വീട് അല്ലെങ്കിൽ ശരീരവുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലുമോ ഉള്ള ഈ ലോകത്തിലെ സന്തോഷത്തിനോ ഉള്ള എല്ലാ അഭിലാഷങ്ങളെയും ഉപേക്ഷിക്കുന്നു. ഞാൻ അവനെ ജനനത്തിന്റെയും മരണത്തിന്റെയും മറുവശത്തേക്ക് കൊണ്ടുപോകുന്നു. നാന്യത്ര മദ്ഭഗവതഃ പ്രധാനപുരുഷേശ്വരാത് ആത്മനഃ സർവഭൂതാനാം ഭയം തീവ്രം നിവർത്തതേ. എന്നെക്കൂടാതെ മറ്റൊരു അഭയസ്ഥാനവും തേടുന്ന ആർക്കും ജനനമരണങ്ങളെക്കുറിച്ചുള്ള ഭയാനകമായ ഭയം ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല. കാരണം ഞാൻ സർവശക്തനായ ഭഗവാനും പരമദിവ്യോത്തമ പുരുഷനും എല്ലാ സൃഷ്ടികളുടെയും ആദിമ ഉറവിടവും എല്ലാ ആത്മാക്കളുടെയും പരമാത്മാവുമാണ്. മദ്ഭയാത് വാതി വാതോയം സൂര്യസ്തപതി മദ്ഭയാത് വർഷതീന്ദ്രോ ദഹത്യഗ്നിർ മൃത്യുശ്ചരതി മദ്ഭയാത്. എന്റെ ആധിപത്യം കൊണ്ടാണ് കാറ്റ് വീശുന്നത്. എന്നെ ഭയന്ന് സൂര്യൻ പ്രകാശിക്കുന്നു. മേഘങ്ങളുടെ അധിപനായ ഇന്ദ്രൻ എന്നെ ഭയന്ന് മഴ പെയ്യ്ക്കുന്നു. എന്നെ ഭയന്ന് അഗ്നി ജ്വലിക്കുന്നു. എന്നെ ഭയന്ന് മരണം അതിന്റെ ജീവൻ അപഹരിക്കുന്നു. ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയോഗേന യോഗിനഃ ക്ഷേമായ പാദമൂലം മേ പ്രവിശന്ത്യകുതോ ഭയം. അതീന്ദ്രിയ ജ്ഞാനവും ത്യാഗവും കൊണ്ട് സജ്ജരായി തങ്ങളുടെ ശാശ്വത നേട്ടത്തിനായി ഭക്തിപൂർവം സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യോഗികൾ എന്റെ പാദങ്ങളിൽ അഭയം പ്രാപിക്കുന്നു. ഞാൻ കർത്താവായതിനാൽ അവർക്ക് ഭയമില്ലാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ അർഹതയുണ്ട്. ഏതാവാൻ ഏവ ലോകേസ്മിൻ പുംസാം നിശ്രേയസോദയഃ തീവ്രേണ ഭക്തിയോഗേന മനോമയ്യർപ്പിതം സ്ഥിരം. അതുകൊണ്ട് ഭഗവാനിൽ മനസ്സുറപ്പിച്ച വ്യക്തികൾ തീവ്രമായി ഭക്തിസേവനത്തിൽ ഏർപ്പെടുന്നു. ജീവിതത്തിന്റെ അന്തിമ പൂർണ്ണത കൈവരിക്കാനുള്ള ഏക മാർഗം അതാണ്.